ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വളരെ സ്വാദിഷ്ടമായ ബീഫ് കൊണ്ടൊരു സ്റ്റൂ ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ചെയ്യാം നമുക്ക്. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് ഇടുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് ബീഫ് സ്റ്റൂ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ കഴുകി ഞാനൊരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 4 പച്ചമുളക് അരിഞ്ഞിടാം, 1 സ്പൂൺ ഇഞ്ചി ഇടാം, പിന്നെ 2 സവാള ചെറുതാക്കി അരിഞ്ഞതിടാം, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ 2 വലിയ ക്യാരറ്റും അതുപോലെ തന്നെ 2-3 ഉരുളൻകിഴങ്ങും ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ പട്ട, കരയാമ്പൂ, ഏലക്ക ഇവ ഒരു 4 വീതം ഇട്ടിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ സ്റ്റൂ റെഡിയാക്കാൻ വേണ്ടി ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സവാളയും 2 പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കൂടി മൂപ്പിക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ മൂത്ത് വരട്ടെ. അതൊരു വിധം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1-1.5 സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് കറി നല്ല കുറുകിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/2 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി ആ ഒരു പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ കോൺഫ്ലോറിൻ്റെ അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ചിരിച്ചിരിക്കുന്ന ബീഫ്, ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ് ഇവയെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കുക. ഞാനിവിടെ ഒരു തേങ്ങ പിഴിഞ്ഞ് 1 ഗ്ലാസ് തലപ്പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചതാണ്. അത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് വരട്ടെ. തിളച്ച് ആ ഗ്രേവിയൊക്കെ ഒന്ന് കുറുക്കി വരുമ്പോൾ നമുക്ക് തലപ്പാൽ ഒഴിച്ച് എടുക്കാം. ഇപ്പോൾ തിളച്ച് ഗ്രേവിയൊക്കെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2-3 തുള്ളി വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം. അതൊരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അത് നിർബന്ധമില്ല, ഇഷ്ടമുള്ളവർക്ക് മതി. ഇതിലൊരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ തിളച്ച് കുറിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2-3 തുള്ളി വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തലപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് സ്റ്റൂ വയ്ക്കുമ്പോൾ അതിലേക്ക് ഒരു നേരിയ മധുരപ്പുള്ളത് എപ്പോഴും രസമാണ്. അതുകൊണ്ടാണ് ഈ 1/4 സ്പൂൺ പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി തിളച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി തിളയ്ക്കാൻ നിൽക്കരുത്. എല്ലായിടത്തും എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട കശുവണ്ടിയും കിസ്മസും അതുപോലെ കുറച്ച് മുഴുവൻ കുരുമുളകും കൂടി പൊട്ടിച്ചിട്ടിട്ട് വറുത്തിട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം ഞാൻ കശുവണ്ടി പരിപ്പൊക്കെ വറുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലതുപോലെ കുറുകി നമുക്ക് ബീഫ് സ്റ്റൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. വളരെ രസമുള്ള ഒരു സ്റ്റൂ ആണ്. ഇതേപോലെ തന്നെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ പുട്ടിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ ഇത് കഴിക്കാം. ഞാനിപ്പോൾ അപ്പമാണ് ഇതിന് വേണ്ടി റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ട് വിട്ടുപോകരുതേ. പിന്നെ നിങ്ങൾക്ക് ആവുന്നത്ര പേർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക.
നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്